ഈ അവനെപ്പോഴും പറയുകയും KGF 15 പ്രാവശ്യം വരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പടം നല്ലതല്ല എന്നല്ല പറയുന്നത്. ഇഡ്ഡലി മുമ്പിൽ കൊണ്ടുവച്ചു, നമ്മൾ എടുത്തു കഴിക്കാതെ നമ്മുടെ വായി പോകുമെന്ന് അച്ഛൻ ചോദിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ നമ്മളെ സൃഷ്ടിച്ച സമയത്ത് 2 കൈയും ഇല്ലാതെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി നമ്മുടെ വായിൽ പോകാൻ എന്തെങ്കിലും യോഗം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പോകും. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യാത്തൊരു പടം. പുള്ളിയും ചിരിച്ചിട്ടില്ല, ബാക്കിയുള്ള ഒരു ചിരിപ്പിച്ചിട്ടുമില്ല. ബർമുഡ എന്ന് പറയില്ല, അന്ന് ഷോർട്ട് നിക്കർ ഷോർട്ട് പാൻറ് എന്നൊക്കെ പറയുള്ളൂ. അത് ഇട്ടിട്ട് ഒരാൾ ബെയർ ബോഡി ആയിട്ട് നിൽക്കും. അപ്പോൾ പുറയിലൊരു വലിയ മറുക്. അപ്പോൾ അതാണ് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, പൈസ ആയിട്ടുണ്ടാക്കിയില്ലെങ്കിലും മലയാളികളെ ഉണ്ടെങ്കിലും എന്നെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അറിയുന്ന ആളാണെന്ന് പറയും. അതൊരു വലിയ ദൈവാനുഗ്രഹമല്ലേ. അന്ന് ഓടി നടന്ന് സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം, എൻ്റെ പേരിലൊരു റെക്കോർഡുണ്ട്. എന്താ ചേട്ടാ, എൻ്റെ പേര് ശരിക്ക് പ്രദീപ് എന്നായിരുന്നു അച്ഛനിട്ട പേര്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിറങ്ങുമ്പോൾ എൻ്റെ അമ്മ താഴെ നിന്ന് മുക്കലും മുളലും നടത്തുന്നത് എനിക്ക് കേൾക്കാം. അങ്ങനെ തന്നെ വേണം. ഇങ്ങനെ സത്യം ചെയ്യിപ്പിച്ച് ഇനി 6 തൊട്ട് 10 മണി വരെ സീരിയൽ കാണില്ല, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ മുഖം കാണുമായിരുന്നു. അത് ഇപ്പോഴും ആക്ടിങ് ഇല്ലല്ലോ. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയ സംഭവം എടുത്തിട്ട് അതിനിടയ്ക്ക് വരുന്ന സീക്വൻസ് മാത്രമേ. മലയാള സിനിമകളിലും നിരവധി സീരിയലുകളിലും സജീവമായ പ്രിയപ്പെട്ട നടൻ ശ്രീ മനു വർമ്മ. മനു വർമ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വളരെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷം, ഏറെക്കുറെ 10 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിനുശേഷമാണ്. അത് മറ്റേ കുടുംബ വീട്ടിലായിരിക്കും. അതെ, കുടുംബ വീട്ടിൽ കുറ്റിക്കാടിലെ. അതെ 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 അതെ. വളരെ പ്രശസ്തനായ അച്ഛൻ്റെ മകനാണ് ജഗന്നാഥ വർമ്മ. തീർച്ചയായിട്ടും. അച്ഛൻ്റെ അഭിനയം എപ്പോഴെങ്കിലും മനുചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 2 കാലഘട്ടമല്ലേ. അതെ അതെ. ഇപ്പോൾ അച്ഛൻ എനിക്ക് തോന്നുന്നത് ഏകദേശം 69-70 കാലഘട്ടങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ അഭിനയിച്ചു തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ ഒരു ഇതും പിന്നെ അച്ഛൻ അവസാനം ചെയ്ത സംഭവമൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ പ്രായമായി. അതെ അതെ. പിന്നെ അങ്ങനൊരു ഈ അഭിനയം എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനമേ പുറത്തേക്ക് വരുള്ളൂ. നമ്മളെന്താണ് അതാണ് പുറത്തേക്ക് വരുള്ളൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വളരെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന നടന്മാരുടെയൊക്കെ ചിലപ്പോൾ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഒട്ടും അഭിനയിക്കാത്തവരുണ്ട്, എന്നാൽ അവരെക്കാളും കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അഭിനയവും പാരമ്പര്യമായിട്ട് മിങ്കിൾ ചെയ്യണ്ടാകും. അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും. എന്നാലും ഒരു ഭാഗ്യം, ഈ പറഞ്ഞ പോലെ ജഗന്നാഥ വർമ്മയുടെ മകൻ എന്ന രീതിയിൽ 100% അഭിമാനത്തോടെ സിനിമാ രംഗത്ത് സീരിയലിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? 100%. കാരണം ഞാനിപ്പോഴും എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അച്ഛൻ്റെ മോൻ തന്നെയാണ്. അച്ഛൻ്റെ മോൻ എന്നുള്ള ഒരു ലേബൽ തന്നെയാണ് എനിക്ക് എപ്പോഴും അഭിമാനം. കാരണം അച്ഛന് എവിടെയും ചെല്ലുമ്പോൾ കിട്ടുന്ന സ്നേഹം, ബഹുമാനം, ഇതൊക്കെ വളരെ അധികം എനിക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ കാര്യത്തിലല്ല. അത് അച്ഛൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിനക്കൊരു വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കില്ല, റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അത് അച്ഛൻ പറഞ്ഞതാണ്. അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കാരണം 1-2 പടം, നമുക്ക് ഒരുപാട് പേര് അതിന് എക്സാമ്പിൾസും ഉണ്ട്. 1-2 പടം കിട്ടും, അല്ലെങ്കിൽ 5 പടം കിട്ടും ആ ബന്ധം കൊണ്ട്. പക്ഷെ അത് നമുക്കൊരു ഗുണം ചെയ്യില്ല. വർമാജി പറഞ്ഞതല്ലേ, അവനൊരു വേഷം കൊടുക്കാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അതേ കാരണം കൊണ്ട് തന്നെയാണ് പലരും എന്നോട് ചോദിക്കുന്നത്, മനുഷ്യൻ എന്താ ഇത്രയും അധികം ബന്ധങ്ങളുണ്ടായിട്ടും മനുഷ്യൻ ഇതാ. ഞാനതൊരു മടിയനാ കാര്യത്തിൽ. മടിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വിളിച്ചു ചോദിക്കാറില്ല. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചത് അളിയൻ എന്ന് പറഞ്ഞ സഹോദരിയുടെ ഹസ്ബൻഡ് വലിയ ഡയറക്ടറാണ്. അതെ, ഞാൻ പുള്ളിയെടുത്ത് പോലും അങ്ങനെ വേഷം ചോദിക്കാറില്ല ഞാൻ. കാരണം ഞാൻ അതിൻ്റെ കാരണം ഒരു ദുരഭിമാനമല്ല, അഹങ്കാരമല്ല. ഇപ്പം എന്നെ ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ രഞ്ജിത്ത്, ഷാജി കൈലാസ്, ഉണ്ണിത്താൻ ചേട്ടൻ, ബാബു ചേട്ടൻ, സുരേഷ് ബാബു ചേട്ടൻ, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും ഒക്കെയാണ്. അപ്പോൾ അവരോടൊന്നും ഞാൻ ഇന്നുവരെ വിളിച്ചിട്ട് വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ചേട്ടാ ഞാനില്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്നാലും എനിക്കൊരു വേഷം തരുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഇപ്പം അവർ നമ്മളെ വിളിച്ച് തരുമ്പോൾ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആവശ്യപ്പെട്ട് അവർക്കൊരു തലവേദനയായിട്ട് മാറി അങ്ങനെ നമ്മളെ വിളിച്ച് അതിലൊരു ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ ആ ക്യാരക്ടറിനൊരു ബലം ഉണ്ടാവില്ല, നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കണം, അല്ലാതെ ഒരു അഹങ്കാരമോ ഒന്നുമല്ല. പിന്നെ ഞാൻ ഈശ്വരനിൽ ഒരുപാട് അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ എപ്പോഴും അതിന് തർക്കിക്കും.
കാരണം അച്ഛൻ എപ്പോഴും പറയും താൻ ബാധി ദൈവം ബാധി എന്ന് പറയും. അപ്പം ഞാൻ പറയും ഇല്ല അച്ഛാ, എല്ലാം ദൈവം തന്നെയാണ്. കറക്റ്റ് അല്ല അപ്പം അച്ഛന് എക്സാമ്പിളും പറയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇഡ്ഡലി മുമ്പിൽ കൊണ്ടുവച്ചു. നമ്മൾ എടുത്ത് കഴിക്കാതെ അത് നമ്മുടെ വായി പോകുമെന്ന് അച്ഛൻ ചോദിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ നമ്മളെ സൃഷ്ടിച്ച സമയത്ത് രണ്ട് കൈയില്ലാതെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഇഡ്ഡലി നമ്മുടെ വായിൽ പോകാൻ എന്തെങ്കിലും യോഗം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പോകും, ശരിയല്ലേ? അതാരെങ്കിലും എടുത്ത് തരുമോ, എങ്ങനെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് പോകണമെങ്കിൽ ദൈവം. പക്ഷേ അതിനപ്പുറം നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഇല്ലാതെ. അതാണ് എൻ്റെ പോളിസി. ബാക്കിയുള്ളവരെ വാക്കുകൊണ്ട് പോലും നോവിക്കരുത്. 1980കളുടെ അവസാനത്തിലാണല്ലോ ചേട്ടൻ സിനിമയിലെത്തിയത്. ഒത്തിരി നല്ല ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അപൂർവം ചിലരിലൊക്കെ നല്ല വേഷം. അപൂർവം ചിലരാണ് തുടക്കം. എൻ്റെ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ പടം എന്ന് പറയുന്നത് കലച്ചേട്ടൻ്റെ അപൂർവം ചിലരാണ്. നല്ല വേഷമായിരുന്നു. അത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമ്പിളിച്ചേട്ടൻ ചിരിക്കുകയും ചെയ്തിട്ടില്ല. അമ്പിളിച്ചേട്ടൻ മീൻസ് ജഗദീഷ് കുമാർ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യാത്തൊരു പടമാണ്. പുള്ളിയും ചിരിച്ചിട്ടില്ല, ബാക്കിയുള്ളവർ ചിരിപ്പിച്ചിട്ടുമില്ല. അതായത് അഭിനയിച്ച് എനിക്കൊന്ന് സംസ്ഥാന അവാർഡ് കിട്ടി. നല്ല സിനിമയായിരുന്നു. തുടർന്ന് പിന്നെ അധിപനില് നീലഗിരി നല്ല വേഷമായിരുന്നു. മമ്മൂക്കയോടൊപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മലയാളത്തിലെ പ്രിയപ്പെട്ട മോഹൻലാലിനോടൊപ്പം. ലാലേട്ടൻ്റെ കൂടെ ഒരു പടത്തിലേ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അധിപൻ എന്ന് പറഞ്ഞ പടത്തിൽ. അതിൽ പക്ഷേ എനിക്ക് ഗുണം ചെയ്തില്ല. കാരണം ഞാൻ പടം പുറത്ത് വന്നപ്പോൾ എനിക്ക് ഒരു ഷോട്ട് മാത്രമായി. കാരണം ഒരു കോർട്ട് സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടന് എന്നോടുള്ളൊരു സ്നേഹം എനിക്ക് തോന്നുന്നത് അന്നും ഇന്നും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം. കാരണം ഞാനൊരിക്കലും ഇടിച്ചു കയറി അങ്ങനെ പോകുന്നൊരു ആളല്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടനടുത്ത് സംസാരിക്കും, എന്തൊക്കെയുണ്ടോ വിശേഷം ചോദിക്കും. എന്നെ കൊച്ചിലെ കണ്ടതാണ്. എനിക്ക് തോന്നുന്ന ഒരു 7ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ലാലേട്ടനെ ആദ്യം കാണുന്നത്, മദ്രാസ് സ്വാമീസ് ലോഡ്ജിൽ വെച്ച്. അന്ന് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് ഇവരൊരു ഗ്യാങ് മദ്രാസിൽ അവസരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയം. അപ്പം ഞാൻ ആദ്യം ഫാമിലി ആയിട്ട് അച്ഛൻ്റെ ഒരു പടത്തിന് ഇപ്പം ഞങ്ങളെ ഫാമിലി ആയിട്ട്, അന്ന് വളരെ റെയറാണ് ഫാമിലി ആയിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞത്. താമസിച്ചത് ഈ സ്വാമീസ് ലോഡ്ജിലാണ്. അന്ന് സത്യമാഷിൻ്റെ ഒരു റൂമാണ് ഞങ്ങൾക്ക് തന്നത്, ഫാമിലി റൂം. അത് മാത്രമേ ഉള്ളൂ. അപ്പം മരകോവണി ഇതൊക്കെ. അപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സിനിമ കാണണമെന്ന് ചോദിച്ചു. നേരെ മുമ്പിലൊരു തിയേറ്ററിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങപ്പോൾ അനിയത്തിയും അമ്മയും റൂമിലിരിക്കുന്നു. ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കോണിപ്പടി ഇറങ്ങുമ്പോൾ ഒരു 5-6 പേര് ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ അന്ന് ബർമുഡ എന്ന് പറയില്ല, അന്ന് ഈ ഷോർട്ട് നിക്കർ, ഷോർട്ട് പാൻറ് എന്നൊക്കെ പറയുള്ളൂ. അത് ഇട്ടിട്ട് ഒരാൾ ബെയർ ബോഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ പുറയിലൊരു വലിയ മറുക്. അപ്പോൾ അതാണ് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇറങ്ങിയപ്പോൾ ലാലേട്ടൻ, ശങ്കരേട്ടൻ ഉണ്ടായിരുന്നു, പ്രിയഞ്ചേട്ടനും, സനൽകുമാർ, സുരേഷ് കുമാർ, ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നു. അങ്ങനെ അച്ഛനെ കണ്ട് വലിയ സന്തോഷത്തോടെ ഞങ്ങളൊക്കെ പരിചയപ്പെട്ടു. ലാലേട്ടനും അപ്പോഴും എന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ ആ ഒരു വാത്സല്യം, സ്നേഹം ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ അഭിനയിക്കാൻ ഇതുവരെ എനിക്കങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അത് ഞാൻ പറയില്ലേ, അതും ഈ തലയിലെടുത്തെന്ന് പറയുന്നത്. എങ്കിലും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ, അതായത് അദ്ദേഹത്തെ കുറച്ച് ചിത്രങ്ങളിൽ ജനത്തിലൊക്കെ നല്ല വേഷമുണ്ടോ? അത്യാവശ്യം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുള്ളി തന്നെ ഒരുപാട് എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പറയാം അളിയനായതുകൊണ്ടാണ്. അളിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും കെട്ട അവസ്ഥയിലാവും. ചിലപ്പോൾ തന്നില്ലെങ്കിൽ പറയാം അളിയൻ കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അതും പറഞ്ഞില്ലേ, പോയി അഭിനയിക്കും, വിളിക്കുമ്പോൾ പോയി അഭിനയിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന കഥാപാത്രം തന്നെ വേണം അങ്ങനെയൊന്നും ഡിമാൻഡ് ചെയ്യത്തില്ല. ഇല്ല, ആവശ്യമില്ല. അല്ലെങ്കിലും ഞാൻ ലാസ്റ്റ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചതും ഫയർമാൻ എന്ന് പറഞ്ഞ പടത്തിലാണ്, വർഷങ്ങളായി. അപ്പോൾ അതിൽ മമ്മൂക്ക ഇനിഷ്യേറ്റ് ചെയ്ത് പിടിപ്പിച്ചൊരു ക്യാരക്ടറാണ് അത്. നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷേ അതിൽ ഉള്ളതിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു അത്. പക്ഷെ മനുഷ്യരുടെ ഏറ്റവും അധികം തിളങ്ങിയത് സീരിയലുകളിലാണ്. സീരിയലുകൾ കുടുംബ പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ വിനോദ് ചോദിച്ചില്ലേ, എന്താ ഈ പടത്തിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുക ഇത്തിരി മടിയനാക്കരുത്. മടിയൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അപ്പോൾ സീരിയലാവുമ്പോൾ ഞാൻ ആദ്യം ദൂരദർശൻ തുടങ്ങിയ സമയത്ത് ദൂരദർശൻ്റെ രണ്ടാമത്തെ അവരുടെ ഇൻഹൗസ് നാടകമുണ്ടല്ലോ, സീരിയൽ തുടങ്ങിയിട്ടില്ല. ആദ്യത്തെ നാടകത്തിൽ അഞ്ചലാപ്പീസ് എന്ന് പറഞ്ഞിട്ട് നാടകത്തിൽ അച്ഛനും ജഗന്നാഥ് മാഷും PC സോമനും ഒക്കെ അഭിനയിച്ചു. രണ്ടാമത്തെ നാടകം മണ്ണാങ്കട്ടിയുടെ കഥ എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഞാൻ രണ്ടാമത് ഓഡീഷൻ്റെ ആർട്ടിസ്റ്റായിട്ടാണ് വന്നത്. അന്ന് കാലടി ഓമന ചേച്ചി ആദ്യമായിട്ട് അഭിനയിക്കുന്നതില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ദൂരദർശൻ്റെ സീരിയലുകൾ വന്നപ്പോൾ ആദ്യം മുതലേ ഞാനിങ്ങനെ അതിലേക്ക് വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഫെയിമായി സീരിയലുകളിൽ. അപ്പോൾ അന്ന് നമുക്ക് വിളിക്കാതെ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. നിലത്ത് നിൽക്കാൻ സമയമില്ലാതെ ഓടി നടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ
പിന്നെ അതുകൊണ്ട് അപ്പം എന്താ കറക്റ്റ് കാശ് കിട്ടുന്നുണ്ട്, നമുക്ക് ടെൻഷനില്ല. മിക്കവാറും ട്രിവാൻഡ്രം ആ പരിസരങ്ങളിലായിരിക്കും. പിന്നെ ഒരു സിനിമ അഭിനയിക്കുന്ന ആ ആഗ്രഹത്തിൻ്റെ ഒരു ഞാൻ കുറച്ച് കിട്ടിയാൽ വളരെ സന്തോഷിക്കുന്ന ആളാണ്. നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷിക്കുന്ന സമയത്ത്, 50,000 പ്രതീക്ഷിക്കുന്ന സമയത്ത് എനിക്കൊരു 5,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഹാപ്പി ആവും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈശ്വരനോട് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ കൊച്ചു കാര്യത്തിൽ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ഈ കൊച്ചു കാര്യങ്ങൾ തന്ന് എന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ സീരിയൽ ഇങ്ങനെ ബിസി ആയപ്പോൾ പടത്തിനോടുള്ള വിളിയും, അല്ലെങ്കിൽ അതിലേ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളൊരു ആ ഒരു വാശി അങ്ങ് പോയി നമ്മുടെ. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട് സീരിയലിലാകുമ്പോൾ, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മളെ അതിൽ സ്ക്രിപ്റ്റിലും ഒക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് സിനിമ പിന്നെയും താഴോട്ട് പോകുന്നത്. ആ ഒരു മറ്റേ ഒരു ഫ്ലോയിൽ നമ്മൾ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിപ്പോനെ. അതും ഞാൻ ഈ പറഞ്ഞ പോലെ തലയിലെടുത്തു. അല്ല, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ലഭ്യമാകാത്തതെന്തോ സീരിയലിൽ ലഭ്യമായി. ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ ഒരുപാട് നമ്മൾ പടങ്ങൾ എണ്ണം കൂട്ടി പറഞ്ഞ് 250 പടം ചെയ്തു എന്ന് പറഞ്ഞില്ലെങ്കിലും, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കോടികളുണ്ടാക്കി പൈസയായിട്ടുണ്ടാക്കിയില്ലെങ്കിലും മലയാളികളെ ഉണ്ടെങ്കിലും എന്നെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അറിയുന്ന ആളാണെന്ന് പറയും. അതൊരു വലിയ ദൈവാനുഗ്രഹമല്ലേ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, ഇവന് മനുവിനുള്ള ബന്ധങ്ങൾ വേണ്ടത്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കീപ്പ് ചെയ്യും അത്. ഇപ്പം ഞാൻ 15 വർഷം 20 വർഷം മുമ്പ് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സേവ് ചെയ്ത നമ്പറാണെങ്കിൽ അത് സേവ് ചെയ്ത് കിടക്കും. ഞാൻ ഇടയ്ക്ക് വിളിച്ച് കാര്യം തിരക്കും. അയാൾ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇന്ന ആളല്ലേ എന്ന് ഓർക്കും. ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കില്ലാത്ത ബന്ധങ്ങൾ എങ്ങനെ ഇവന് കിട്ടിയത്, പ്രത്യേകിച്ച് പോലീസിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും നമ്മളൊരു ഫംഗ്ഷന് മുമ്പ് ഒരാളെ പരിചയപ്പെട്ടു, അവരുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കീപ്പ് ചെയ്യും. പക്ഷെ അത് മിസ്യൂസ് ചെയ്യില്ല കേട്ടോ. അച്ഛനും പിന്നെ ചേട്ടൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ സിനിമകളിൽ? എൻ്റെ ആദ്യത്തെ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന പോലീസ് ഡയറി എന്ന് പറയുന്ന സിനിമ, ഇലന്തൂർ വിജയകുമാർ എന്നുണ്ടാണ്. പിന്നെ ജൂറിയിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിലാണ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത്. അതിൽ എൻ്റെ അച്ഛൻ തന്നെയാണ് അഭിനയിക്കുന്നത്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള സംഭവമുണ്ട്, ഇപ്പോഴത്തെ സീരിയൽ ഫീൽഡിൽ നിൽക്കുന്ന എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ അപേക്ഷിച്ച് പഴയ തലമുറയായിട്ട് ഇടപഴകാൻ പറ്റിയിട്ടുള്ളൊരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഈ നായക വേഷത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ചത് സുഖേട്ടനാണ്. അന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജൊക്കെ ഇത്രയേ ഉള്ളൂ, വളരെ കുഞ്ഞാണ്, കിരട്ട് നടക്കുന്നതായേ ഉള്ളൂ. പിന്നെ സോമേട്ടൻ, അപ്പോൾ പപ്പുവേട്ടൻ, ആ ഒരു തലമുറയായിട്ട് എനിക്ക് നന്നായിട്ട് ഇടപഴകാനും അവരെയൊക്കെ ചേട്ടാന്ന് വിളിച്ച് അത്രയും ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അവസരം കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ റെസ്പെക്ട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത്. പിന്നെ തീർച്ചയായിട്ടും വർമാജിയുടെ മോൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയി, ഇപ്പോൾ MT സാറിൻ്റെ മുമ്പിലായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പടം അഭിനയിച്ചിട്ടില്ല. ഞാൻ 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. അല്ല, അച്ഛൻ്റെ ശരിക്കും പറഞ്ഞാൽ MT സാറിൻ്റെ ഒരുപാട് സിനിമകൾ തീർച്ചയായിട്ടും. പിന്നെ ആൾക്കൂട്ടത്തിൽ തന്നെ അനുബന്ധം, അന്ന് ആ കാലഘട്ടം. അത് കഴിഞ്ഞിട്ടല്ലേ ഈ നക്ഷത്രങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറയുന്നത്. കാരണം എന്താ അറിയുമോ, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ കാരവാൻ സംസ്കാരം വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കുറയുകയെന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും ഒരു പ്രത്യേകം ബെൽറ്റ് ഉണ്ടാക്കി കാരവാനകത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നു, ബാക്കിയുള്ളവർ വെളിയിരിക്കുന്നവർ വെളിയിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ കാരവാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ഒരു ബന്ധങ്ങളില്ല. പണ്ട് ഞാൻ ഈ അച്ഛൻ ഒക്കെ ശശിയേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അച്ഛൻ ഈ ശശിയേട്ടൻ്റെ മറ്റേ വലിയ പടങ്ങളുണ്ടല്ലോ, മൾട്ടി സ്റ്റാർ പടങ്ങൾ, എന്നതേ പറയാൻ പറ്റുള്ളൂ. റഹ്മാൻ, ലാലേട്ടൻ, മുക്ക എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മഹാറാണി ഹോട്ടലിൽ പോകും. അന്ന് നമുക്ക് വേറെ ചിന്താഗതിയൊന്നുമില്ല, അവിടെ പോയി നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ 2-3 ദിവസം അവിടെ പോയി താമസിക്കും. അപ്പോൾ രാവിലെയൊക്കെ അന്ന് ഞാൻ അഭിനയം തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അതിൻ്റെ എൻഡിലാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. അപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഈ മഹാറാണി ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ, അപ്പോൾ ഓരോ റൂമിൽ നിന്ന് ആൾക്കാർ ഇറങ്ങണ കാണാം. രാവിലെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നു, റൂമിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു റൂമിൽ നിന്ന് മമ്മൂക്ക ഇറങ്ങുന്നു, ഒരു റൂമിൽ നിന്ന് ലാലേട്ടൻ ഇറങ്ങുന്നു, ഒരു റൂമിൽ നിന്ന് റഹ്മാൻ ഇറങ്ങുന്നു, ശശിയേട്ടൻ ഇറങ്ങുന്നു, സീമ ചേച്ചി ഇറങ്ങുന്നു. ഇവരെല്ലാവരും പരസ്പരം ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഹാപ്പി ആയിട്ടൊരു ഒരു ഫാമിലി ഇതായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പം അതൊന്നും കിട്ടുന്നില്ലല്ലോ. ഓരോരുത്തരും ഓരോ ഹോട്ടലിൽ അവർക്ക് സെപ്പറേറ്റ് ക്യാരവാൻ. കാലം മാറുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ലൊക്കേഷനിൽ പോകുമ്പോൾ വളരെ ഫീൽ ചെയ്യും അത്. ഇപ്പം ഞാനൊക്കെ തുടങ്ങിയ സമയത്തുള്ള 35 വർഷമായി, 35 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സുഖേട്ടനെ സംബന്ധിച്ച് സുഖേട്ടനെ എല്ലാവരും പറയും ഭയങ്കര മസിൽ കൊടുത്തതാണ്, ദേഷ്യമാണെന്നൊക്കെ.
ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ എന്തൊരു കാഷ്വലായിട്ട് വളരെ കാഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ വളരെ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ സിഗരറ്റ് പോലും അദ്ദേഹത്തിൻ്റെ ഞാൻ വലിച്ചിട്ടുണ്ട്, വേണോടാന്ന് ചോദിക്കും. അപ്പോൾ അത്രയും ഒരു ബന്ധം സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇടവേളകളിൽ ചീട്ടുകളിയും അങ്ങനെയൊക്കെ ഒരു സുഖം ഇപ്പം കിട്ടുന്നില്ല എന്തായാലും. മനുഷ്യരുടെ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും അധികം മനസ്സ് സംതൃപ്തി തോന്നിയ കഥാപാത്രം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഒന്നാമത് ഇപ്പോൾ വയസ്സ് 19 സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സ് നിറഞ്ഞൊരു കഥാപാത്രമൊന്നും കിട്ടിയിട്ടില്ല സിനിമയെന്ന്. സീരിയലിൽ കിട്ടിയിട്ടുണ്ട്. സീരിയലിൽ എനിക്ക് നല്ലൊരു ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പേര് ശരിക്ക് പ്രദീപ് എന്നായിരുന്നു അച്ഛനിട്ട പേര്. അത് ഞാൻ മനു എന്നാക്കേണ്ട കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് മനോരമ വീക്കിലിയിൽ അവരൊരു പരീക്ഷണാർത്ഥം ഒരു നോവലിൽ ഈ വരപ്പ് മാറ്റിയിട്ട് ഫോട്ടോസ് ആക്കി. അപ്പം അന്ന് സുധാകർ മംഗളോദയത്തിൻ്റെ ഒരു ഹിറ്റ് നോവലിലെ നായക കഥാപാത്രമായിട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് ആദ്യമായിട്ട് വരുന്നത്. പബ്ലിക്കായിട്ട് ഞാൻ ആദ്യമായിട്ടുണ്ട്. അപ്പം അതിൽ ക്യാരക്ടറിൻ്റെ പേരാണ് മനു എന്ന്. ഒരു സൈക്കോ ക്യാരക്ടറാണ്. ഭാര്യയോടുള്ള അമിത സ്നേഹം കൊണ്ട് ഭാര്യയെ നിലവറയിലേക്ക് അടയ്ക്കുന്നതൊക്കെയാണ് ആ ക്യാരക്ടർ നോവലിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് സീരിയലായി, അതും ഹിറ്റായി. നോവലിൽ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചൊന്ന് ശ്രീജയായിരുന്നു, ഇന്ദ്രയാലത്തിൽ അഭിനയിച്ചില്ലേ, അവളായിരുന്നു. പിന്നെ രതീന എന്നൊരു കുട്ടിയായിരുന്നു. അന്ന് അതിലും കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഈ മരിച്ചു ബിഹരികുമാർ ഹരിചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് സീരിയൽ ചെയ്തപ്പോൾ നീനയും പിന്നെ മഞ്ജു സതീഷ് അവർ രണ്ടുപേരും വരുന്ന നായികമാർ. അതിൽ പക്ഷെ കൊല്ലുകയാണ്. ആദ്യത്തെ ഭാര്യയെ ഞാൻ കൊന്നിട്ട് അവളുടെ മുടിയൊക്കെ മുറിച്ച് എൻ്റെ ബെഡിൽ വയ്ക്കലും അവളുടെ ഡ്രസ്സുകൾ പൂജാമുറിയിൽ തൂക്കലും അങ്ങനെയൊക്കെ ഒരു സൈക്കോ. അത് പക്ഷെ വളരെയധികം നമുക്ക് പെർഫോമൻസിന് സ്കോപ്പുള്ള സാധനമായിരുന്നു. പിന്നെ ഡോക്ടർ ജനാർദ്ദൻ്റെ കർപ്പൂരം എന്നുള്ള സീരിയൽ ഇതിനൊക്കെ അവാർഡ് കിട്ടി. എനിക്കല്ല, സീരിയലിനൊക്കെ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് അന്നത്തെ ഇപ്പോൾ മെഗാ സീരിയലിന് അഭിനയ സാധ്യതയൊന്നും നോക്കണ്ടല്ലോ. കാരണം നമ്മളോട് പറയുന്ന കഥയും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറും ഇത് എൻഡ് ചെയ്യുന്ന ക്യാരക്ടറും ഒക്കെ വ്യത്യാസമായിരിക്കും. മറ്റത് അങ്ങനെയല്ല, ഒരു സിനിമയുടെ എഫർട്ട് തന്നെയാണ്. ഒരു 25 ദിവസം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്താൽ നമ്മൾ ആ ലൊക്കേഷൻ ലൊക്കേഷൻ അപ്പോൾ കഥ ഫിക്സഡ് ആയിരിക്കും. അതിനകത്തുള്ള കാര്യം നോക്കിയാൽ മതി. ഇന്ന് അങ്ങനെയല്ലല്ലോ. എഴുതി വരുമ്പോഴായിരിക്കും ഇന്ന് എയർപോർട്ട് വേണം അല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റൽ വേണം എന്ന് അറിയുന്നത് വൺ ലൈൻ വരുമ്പോഴാണ്. അപ്പോൾ അന്ന് പക്ഷെ ക്യാരക്ടേഴ്സ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്ന് ഓടി നടന്ന് സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം എൻ്റെ പേരിലൊരു റെക്കോർഡുണ്ട്. എന്താ ചേട്ടാ, ഒരു ദിവസം 7 മെഗാ സീരിയൽ ചെയ്തവനാണ് ഞാൻ. അതും പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ. ഇപ്പം എല്ലാവരും എനിക്ക് തള്ളല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തതല്ല. അവരെന്നെ ആവശ്യപ്പെട്ട് ഒരു സീൻ 2 സീൻ അങ്ങനെ ചെയ്തു പോയതാണ്. അത് ചെല്ലുമ്പോൾ ഞാൻ ഈ ധൃതി പറയുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഡേറ്റ് കൊടുത്തിട്ടില്ല. വീട്ടിൽ വേറൊരു പേഴ്സണൽ ആവശ്യമുള്ളതുകൊണ്ട് അന്ന് ഡേറ്റ് ആർക്കും കൊടുത്തിട്ടില്ല. ആകെ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെനൻ പള്ളാശ്ശേരിക്ക് നമ്മുടെ മെല്ലാൻ്റെ കുമാർ സാറിൻ്റെ വിധി എന്ന് പറഞ്ഞ സീരിയൽ, അത് മസാറും പൊന്നമ്മ ചേച്ചിയാണ് എൻ്റെ അമ്മയും അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ പൊന്നമ്മ ചേച്ചിയായിട്ടൊരു സീൻ തീരണം. അത് തീർന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പൊന്നമ്മ ചേച്ചി അന്ന് മദ്രാസില്ല, ഫ്ലൈറ്റിൽ രാവിലെ പോകും. അപ്പോൾ അത് തീർക്കാൻ ചേട്ടൻ എപ്പോഴെങ്കിലും 1 മണിക്കൂർ കൊണ്ട് എടുത്തിട്ടാണ്. അപ്പം നമ്മുടെ എത്തിക്സ് ആണല്ലോ. അപ്പം അത് സമ്മതിച്ചതാ. തലേ ദിവസം രാത്രി തമ്പി സാറാണ് വിളിക്കുന്നത്, ശ്രീകുമാരൻ തമ്പി സാറാണ് വിളിക്കുന്നത്. മനു വന്ന് ചെയ്ത സീനിൻ്റെ ബാലൻസ് കുറച്ച് പോളിഷ് ചെയ്യാറുണ്ട്. അപ്പോഴും എല്ലാവരോടും ഞാൻ ഈ സംഭവം പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പേഴ്സണൽ ആവശ്യമുണ്ട്. ഇല്ല മനു ബുദ്ധിമുട്ടിക്കില്ല എന്നെല്ലാവരും പറയും. അതുകൊണ്ട് ഓരോ തമ്പി സാറിൻ്റെ അടുത്ത് നോ പറയാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയി സാറ് പക്ഷേ 3/4 മണിക്കൂർ കൊണ്ട് സംഭവം തീർത്തു. അത് കഴിഞ്ഞപ്പോൾ അന്ന് സുജിത് സുന്ദറിൻ്റെ ശ്രീ മൂവീസിൻ്റെ മരുഭൂമിയിൽ പൂക്കാലം അവിടെയൊക്കെ ചെല്ലുമ്പോൾ കുമരവും ഞാൻ നമ്മുടെ സീനായിരുന്നു. എൻ്റെ ഷോർട്സ് എടുത്ത് വിട്ടു. അതിന് കലച്ചേട്ടൻ, അപ്പം എല്ലാം വലിയ ആൾക്കാരുമാണ്. 7 ആർട്സിൻ്റെയാണ് താലി എന്ന് പറഞ്ഞ സീരിയൽ. അങ്ങനെ ചെയ്ത് ഈ 7 സീരിയലും ചെയ്ത് ഞാൻ 7:30 വീട്ടിൽ കയറി. എന്നുവെച്ചാൽ ഈ പേഴ്സണൽ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട, അല്ലാതെ വലിയ മലമറിക്കുന്ന സംഭവമൊന്നുമല്ല. അന്ന് വൈകുന്നേരം ഞാനൊരു ഫാമിലി ആയിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലെത്തിയപ്പോൾ 10 മണിക്ക് പൊന്നമ്മ ചേച്ചി ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ 9 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക ഒരേ സമയത്ത്. അപ്പം ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പം പിന്നെ പിഴിയലാണല്ലോ. നമ്മളൊരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് അവരുടെ, പിഴിഞ്ഞെടുക്കുക എന്നുള്ളത്. അല്ല, ഒരു കണക്കൊരു ഭാഗ്യമല്ലേ ഇത്രയേറെ സീരിയലുകളിൽ ഇത്രയേറെ കുടുംബം. അതാ ഞാൻ പറഞ്ഞു, ഞാനെപ്പോഴും ഈശ്വരനോട് നന്ദി പറയുന്ന ആ ഒരു കാര്യത്തിലേ. ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ നായകനാവാൻ പറ്റില്ല എന്നുള്ളൊരു നമുക്കറിയാം. പിന്നെ ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ സീരിയലിൽ നമ്മളെ നമുക്കിപ്പോൾ കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം അടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത്
പൂക്കാലം വരെ എന്നൊരു സീരിയലിൽ ഒരു 3 പെൺമക്കളുടെ അച്ഛനായിട്ട് അഭിനയിച്ചു. അത് നല്ലൊരു സംഭവമായിരുന്നു. അത് വളരെ സെൻറ്റിമെൻ്റലായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അതാണ് ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ. അല്ലാതെ ഇപ്പം മെഗാ സീരിയലിൽ പൊതുവേ ആണുങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വില്ലന്മാർക്കേ ഉള്ളൂ. മറ്റത് വകയിൽ അമ്മാവൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂലയ്ക്ക് നിൽക്കാന്നല്ലാതെ എന്തും ഡേറ്റ് കിട്ടും. ഇപ്പൊ പൈസ സംബന്ധിച്ച് നമുക്ക് പ്രശ്നം വരില്ല. സീരിയലുകൾ പ്രത്യേകിച്ച് സ്ത്രീ സബ്ജക്റ്റുകളാണല്ലോ കൂടുതലായിട്ടും. പക്ഷേ എന്നാലും ഞാനിപ്പോഴും വിചാരിക്കാറുണ്ട് ആൾക്കാർക്കൊരു മടുപ്പ് ഒരേ പാറ്റേൺ തന്നെയല്ലേ ഈ പോകുന്നത്. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ അമ്മ പോലും ഞാൻ പലപ്പോഴും മോളിൽ ഈ സന്ധ്യാസമയത്ത് നാമഞ്ചവും ഒക്കെ ഉണ്ട് വീട്ടിലിരിക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിറങ്ങുമ്പോൾ എൻ്റെ അമ്മ താഴെ നിന്ന് മുക്കലും മുളലും നടത്തുന്നത് എനിക്ക് കേൾക്കാം. അങ്ങനെ തന്നെ വേണം ഇങ്ങനെ. അത് നമ്മൾ കണ്ട സീരിയലിൻ്റെ അതേപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതിനും ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മിനി സ്ക്രീനിൽ പറയുന്നത് കുടുംബ പ്രേക്ഷകരുടെ. ഈ അടുത്ത കാലത്ത് ഞാൻ യൂട്യൂബിലൊരു സംഭവം കണ്ടു. എവിടെയോ എങ്ങാണ്ട് വീട്ടമ്മമാരെ വിളിച്ച് കുട്ടി സ്കൂളുകാരാണെന്ന് തോന്നുന്നു പണി പറ്റിച്ചത്, സത്യം ചെയ്യിപ്പിച്ച് ഇനി 6 തൊട്ട് 10 മണി വരെ സമയത്ത് സീരിയല് കാണില്ല കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ മുഖം കാണുമായിരുന്നു. അല്ല, പണ്ട് ഈ പറഞ്ഞ പോലെ ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യൻ ആയാലും ഇസ്ലാം ആയിരുന്നാലും വൈകുന്നേരങ്ങൾ സന്ധ്യക്ക് അവർ ഈ വിളക്ക് കൊളുത്തി ചുറ്റുമുള്ള കാടമ്പറപ്പൊക്കെ. അല്ല, അതിന് പകരമാണല്ലോ ഇപ്പൊ ഈ റീടെലികാസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് 6 മണിക്ക് കാണാൻ പറ്റാത്തവർക്ക് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് 10 മണിക്ക് കാണാം. അല്ലാതെ അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് ആ ടൈമിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ സീരിയലുകൾ അത്രത്തോളം മനുഷ്യ ഹൃദയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ ഹൃദയങ്ങൾ തുളച്ചു കയറിയിട്ടുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ മാഗസിൻ വായിച്ചിരിക്കാൻ ആർക്കും സമയമില്ല. പണ്ടിപ്പോൾ ഈ മനോരമ, മംഗളം ഇതൊക്കെ ഓരോ ആഴ്ചയിൽ അവൻ കഥവിൽ ടക്ക് 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 തുടരും എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാനടക്കം നമ്മളടക്കം ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ആഴ്ച വരെ കാത്തിരിക്കും ഇത് ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ടിങ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ എന്താവും എന്നുള്ളത്. പിന്നെ ഇപ്പൊ അലിയാർ സാറിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ നാളെ എന്ത് നടക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കൂടുതലൊരു ഇതുണ്ടാവും. ശരിക്കും അലിയാർ സാറിന് എല്ലാവർക്കും മനസ്സിൽ കാണാം അല്ലേ? അറിയാവുന്നവർക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇൻഡസ്ട്രി കൊണ്ട്. സീരിയലില് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സിനിമ പോലെ സിനിമയുടെ ഏകദേശം പകുതി വരുമാനമേ ഉള്ളൂ. ആർട്ടിസ്റ്റുകൾക്ക് അത്രയും പോലും ഇല്ല. ഞാൻ പറഞ്ഞത് ബാക്കി ഇപ്പോൾ ടെക്നീഷ്യൻസിന് സിനിമയിൽ കിട്ടുന്നതിൻ്റെ പകുതി പോലും ഇല്ല വരുമാനം. എന്നാലും സ്ഥിര വരുമാനമില്ലേ. ഇപ്പം മാസം ഒരു സീരിയലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും 10-15 ദിവസം അവർക്ക് കണ്ടിന്യൂസ്. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ സ്ഥിരം ത്രോട്ട് ക്യാരക്ടറാണെങ്കിൽ പോലും ചിലപ്പോൾ എന്നെ 3 ദിവസം കൊണ്ട് അടിച്ച് പിഴിഞ്ഞ് നീരാക്കി വിടും. അപ്പോൾ അതല്ല, ബാക്കിയുള്ളവർക്ക് ടെക്നീഷ്യൻസിന് 15 ദിവസവും വർക്കുണ്ടാവും. അപ്പോൾ അങ്ങനൊരു ഗുണമുണ്ടാവും. ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. ഫാമിലിക്ക് എങ്ങനെയാണ് ചേട്ടൻ്റെ അഭിനയവും? എൻ്റെ വൈഫും ആർട്ടിസ്റ്റാണ് ഇപ്പോൾ. അവളിപ്പോൾ എന്നെക്കാൾ ബിസി അവളാണ് ഇപ്പോൾ. ഇപ്പം 3 സീരിയൽ ചെയ്യുന്നുണ്ട് അവള്. 3-4 പടം ചെയ്തു. അപ്പോൾ അവള് കൊച്ചിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിർത്തി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു മോള് സുഖമില്ലാത്തൊരു മോളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു സീരിയലിന് എൻ്റെ പേരായിട്ട് ആര് വേണമെന്ന് ചാനലിൽ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു കുട്ടിയുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിക്ക് എന്താ അസൗകര്യം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ആ സീരിയല് വിവേകാനന്ദനെ പറ്റിയൊരു സീരിയലായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിവേകാനന്ദ പാറ വെച്ച് ഷൂട്ട് നടക്കുന്നു. വേറെ ഇന്ന് വരെ രജനീകാന്തിൻ്റെ പടമായാലും ശരി, ഹോളിവുഡ് പടമായാലും ശരി, ഒരു പടത്തിനും അവിടെ സമ്മതിച്ചിട്ടില്ല. ഇത് ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് ട്രസ്റ്റുകാർ സമ്മതിച്ചത്. ഈ ട്രസ്റ്റിൻ്റെ കീഴില്ല, സർക്കാരിൻ്റെ കീഴിലല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു ഫാമിലി ട്രിപ്പ് പോലെ ആവാം. കന്യാകുമാരിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞോളൂ നീ അഭിനയിക്കുക വഴി ചോദിച്ചു. എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ക്യാരക്ടർ. അപ്പോൾ ആദ്യം ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വാ ഞാനുണ്ടല്ലോ കൂടെ. അങ്ങനെ ഇതായി. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ ഞാനിങ്ങനെ ഒരു കൗതുകത്തോടുകൂടി എല്ലാവരെയും കാണിക്കുമായിരുന്നു. അപ്പോൾ പരസ്പരത്തിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ചേച്ചി അഭിനയിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് എന്താ അങ്ങനെ. പക്ഷെ അന്നെന്താ ഗുണം ചെയ്തതെന്ന് വെച്ചാൽ അവളുടെ ഒരു ഫ്രഷ് ഫേസ് ആയിരുന്നു. സീരിയലിൽ പറഞ്ഞ പോലെ നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ സീരിയലുകാരെ സിനിമയിൽ വിളിക്കുന്നത് അവർക്ക് എതിർപ്പുണ്ടായിട്ടല്ല. 2 കാരണം കൊണ്ടോ. ഒന്ന്, ഈ മുഖം കണ്ട് ദിവസവും കാണുകയല്ലേ. അപ്പോൾ ഒരു സിനിമയിലൊരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സീരിയലിൽ നായികന്മാർക്ക് പിന്നെ അവർ നല്ല ആർട്ടിസ്റ്റുകളല്ലാത്തതുകൊണ്ടല്ല,
അവർക്ക് പിന്നൊരു ഒരു വലിയൊരു ഇത് കിട്ടാത്തത്, സിനിമയിലേക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ അത് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഡെയിലി സീരിയൽ വന്നതോടുകൂടി ഒരു ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ്. ഈ കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് മാറി വരാൻ വളരെ സമയമെടുക്കും അത്. അപ്പോൾ ഇവളിങ്ങനെ ഒന്ന് ഫ്രഷ് ഫേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞു വാരി വലിച്ച് ചെയ്യേണ്ട, സീരിയല് പൈസ കിട്ടും, അപ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടും. പക്ഷേ സിനിമയിലേക്കുള്ള അതുപോലെ തന്നെ സംഭവിക്കുന്നത്. കാരണം ഇപ്പം മമ്മൂക്ക ആയാലും, മമ്മൂക്ക ഈ മോളുടെ കാര്യമൊക്കെ മമ്മൂക്കൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ 2-3 ക്യാരക്ടർ വന്നപ്പോൾ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ അതുപോലെ സൂക്ഷിച്ച് പുള്ളി കൊണ്ടു നടക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ പുള്ളിയുടെ ബ്ലാക്ക് ഹെയർസ് തന്നെ ഇവിടെ ഇതാവും. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു സീരിയൽ വലിച്ചു വാരി ചെയ്യണ്ട, കാരണം മമ്മൂക്കയുടെ വണ്ടി കാരവാനകത്ത് 4-5 TV ഇരിപ്പുണ്ട്. ഒരുവിധം മിക്കവാറും എല്ലാ സീരിയലും കാണുന്നുണ്ട്, ഒരു ഗ്ലാൻസ് ആയിട്ടെങ്കിലും കാണുന്നുണ്ട് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇവർക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ നല്ല സീരിയലുണ്ടല്ലോ എന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കുറയും. അതുപോലെ ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫൈനാൻഷ്യലി വലിയ പ്രശ്നമില്ലെങ്കിലും ഇപ്പം പിന്നെ സീരിയലിന് പണ്ടത്തെ പോലെയല്ല. ഞാനൊക്കെ അഭിനയിച്ചു തുടങ്ങുമ്പോൾ കറക്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും പേയ്മെൻറ്റിന് കുഴപ്പമില്ല. ഇപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ അഭിനയിച്ച് നമ്മളൊരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസമൊക്കെയാണ് പേയ്മെൻറ്റ് റിലീസ് ചെയ്യും. അപ്പം നമ്മൾ എന്താ ഈ പറയുന്ന പോലെ അടുക്കി വെച്ച് ജീവിക്കുകയല്ലോ പൈസ. നമ്മൾ സർക്കാർ ഇതുപോലെ ഇത്ര ദിവസം വർക്കുണ്ട്, അപ്പോൾ ഇത്ര ദിവസം ഇത്ര പൈസ കിട്ടും, മറ്റേ വർക്കിന് ഇത്ര ദിവസമുണ്ട്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഒന്നിൻ്റെ സംഭവം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റാൻ വേണ്ടി എവിടെയെങ്കിലും കടം വാങ്ങിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഈ പൈസ കിട്ടേണ്ട സമയമാകുമ്പോഴേക്കും ഇരട്ടി കടമാവും. അപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. അപ്പോൾ അവർ ചോദിക്കും വേണമെങ്കിൽ വന്നാൽ മതി എന്ന് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഇതെല്ലാം വേറെ പണി അറിയില്ല. അതുകൊണ്ട് മകൻ ഇപ്പോൾ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്നു ഇവിടെ, ഫ്രാങ്ക് ഫിൻ എന്നുണ്ട്. അനിയത്തി എറണാകുളത്താണ്. ഇപ്പോൾ തമ്പിച്ചേട്ടൻ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പോൾ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി സംഗമം, കുടുംബസമൂഹത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കുടുംബസംഗമമൊക്കെ ഇപ്പോൾ എവിടെ കുടുംബസംഗമം. ഒന്നാമത് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 60% ആൾക്കാരും വെളിയിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർമ്മ എന്ന് വെച്ചാൽ ആകെ 1,00,000 താഴെ ഉള്ളൂ. അതിൽ തന്നെ 60% ദുബായിലില്ല, അമേരിക്കയിലും UK ഒക്കെയാണ് മിക്കവാറും എല്ലാവരും. അപ്പോൾ ഇവിടെ വല്ലപ്പോഴും ഒരു കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴാണ് ബന്ധുക്കളെ കാണുന്നത്. ഇപ്പം നമ്മളേതെങ്കിലും ഇവിടുത്തെ ചെല്ലുമ്പോൾ വിഷമം അതാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ മോനെ എന്നെ അറിയില്ലേ, മറ്റേ അവിടുത്തെ കുട്ടൻചേട്ടൻ എന്നൊക്കെ നമ്മൾ ക്യാഷ്വലായിട്ട് വിളിക്കുന്നത്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് പിടി കിട്ടൂലല്ലോ, നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാവരെയും കുട്ടൻചേട്ടനായിരിക്കും വിളിക്കുന്നത്. ഒരു 4 കോവിലൊക്കെ ഉണ്ടെങ്കിൽ 4 കോവിലകത്തെയും ചിലപ്പോൾ കുട്ടൻചേട്ടന്മാരുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചവർ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ എന്നോട് സംസാരിക്കാൻ ഒരു വൈക്ലബിയൊക്കെ ആയിട്ട് നിൽക്കണതാണ്. കാരണം 2 കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ അഭിനയിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈയൊക്കെ ചെയ്ത് ഇപ്പോഴും യുവത്വം കാത്തു സൂക്ഷിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ആൾക്കാരാണ്. മറ്റവരതൊന്നുമല്ലോ, ഗവൺമെൻറ് സർവൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ അവരുടെ ഒരു ഇതിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ പിന്നെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ജാട കാണിക്കുമോ? എന്ത് ജാട കാണിക്കാൻ? ഇതൊക്കെ ദൈവം തരുന്ന, ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള സംഭവം, വിചാരിക്കാതെ മാത്രമല്ല എല്ലാവരോടും പറയുന്നത് തന്നെ, ഇതൊക്കെ ദൈവം തരുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരാൾക്ക് രോഗം എന്ന് പറയുന്നൊരു അവസ്ഥ കൊടുക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് തരുന്നൊരു അവസ്ഥയാണിത്. അപ്പോൾ അത് ചിലർക്ക് ഒരുപാട് നാൾ നിൽക്കുന്നു, ചിലർക്ക് കുറച്ച് നാൾ നിൽക്കുകയുള്ളൂ. അങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എന്തെന്ന് അഹങ്കരിക്കാൻ? അദ്ദേഹം ഒന്ന് ഊതി കഴിഞ്ഞാൽ തീരും ഇതൊക്കെ. അപ്പോൾ ഇതിൽ അഹങ്കരിക്കരുത് എന്നാണ് ഞാൻ ഇപ്പോൾ വരുന്ന കുട്ടികളോട്. ഒരു ചിലപ്പോൾ വളരെ സങ്കടം തോന്നും കേട്ടോ. ഞാനെപ്പോഴും ദേഷ്യപ്പെടുന്നൊരു സംഭവമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ, ഈ ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിക്കാൻ വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാതെ മൊബൈലിൽ കുത്തിക്കൊണ്ട് വെച്ചാൽ ഞാൻ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കങ്ങ് റിയാക്ട് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിൽ വന്നു പോകുന്നതാണ്. അപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഗുരുതുല്യനാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഷോട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ പോയി നിൽക്കുക, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കുക,
കുട്ടിക്കളി പോലെ അല്ലേ? കുട്ടികളി അവർക്ക് എല്ലാവർക്കും ഒരു പേയ്മെന്റ് കിട്ടുക, അടിച്ചു പൊളിക്കാൻ ഒരു പേയ്മെന്റ് കിട്ടുക. എല്ലാവരും വീട്ടിലൊക്കെ ആസ്തിയുള്ളവരായിരുന്നു. ഈ ഈ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. അതെ അതെ. പഴയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു പാഷൻ, ഒരു പാഷൻ അത്രേ ഉള്ളൂ. അവർക്ക് ഐഫോൺ വാങ്ങിക്കാനും അതിനും ഇതിനൊക്കെ പുതിയ വണ്ടി വാങ്ങിക്കാനും ആഴ്ചയിൽ വണ്ടി ചേഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇത്. മറ്റും മുമ്പ് ജീവിക്കാൻ വളരെ വേണ്ടി കുറച്ച് പേരേ ഉള്ളൂ ഒന്ന് വീട് വയ്ക്കുക, സെറ്റിൽ ആവുക എന്നൊക്കെ ഉള്ള ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്തായാലും സന്തോഷമുണ്ട് വളരെ കാലത്തിന് ശേഷം. അത് മാത്രമല്ല വിനോദേ, വേറൊരു കാര്യങ്ങളുണ്ട്. ഞാനിപ്പോഴും എൻ്റെ മോനോട് എപ്പോഴും തർക്കിക്കാറുള്ളൊരു സാധനമാണ്. കാരണം ഈ അവനെപ്പോഴും പറയുവേ KGF 15 പ്രാവശ്യം വരെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം പടം നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കഥയല്ല വേണ്ടത്, ഒരു ആക്ഷൻ എന്നല്ല, ഒരു ബഹളം. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ണൂർ സ്ക്വാഡ് കണ്ടിട്ട് പിള്ളേർ പറഞ്ഞ കേട്ടു ഭയങ്കര മമ്മൂക്ക അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മമ്മൂക്ക അടിപൊളിയായിട്ടുള്ളത് ഇതിലൊരു എന്താ പറയുക, ഒരു പെർഫോമൻസിലല്ല, പെർഫോമൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ബഹളത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ വീക്കായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം, നേതൃത്വം നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ കാണണം. പണ്ടത്തെ ഇപ്പം ഈ വടക്കം വീരാതെ മാത്രമല്ല, തനിയാവർത്തനം, മൃഗയ, പിന്നെ സൂര്യമാനസം, പിന്നെ പഴയ അനുബന്ധം, ആ കൂട്ടത്തിൽ തനിയെ, അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോഴേ ആക്ടിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. മറ്റത് ഇപ്പോൾ ആക്ടിങ് ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചെറിയ സംഭവം എടുത്തിട്ട് അതിനിടയ്ക്ക് വരുന്ന സീക്വൻസ് മാത്രമേ, ഒരു ഇന്ന കഥ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഒരു തുടങ്ങി അവസാനിക്കുന്ന ഒരു കഥയില്ല. എപ്പോൾ വേണമെങ്കിലും രണ്ടാം പാർട്ട് എടുക്കാം, അതിലൊക്കെയാണ് നിർത്തുന്നത് പടങ്ങൾ. നിറഞ്ഞ സന്തോഷമുണ്ട് വളരെ കാലത്തിന് ശേഷം മനുഷ്യനോട് അല്പനേരം സംസാരിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നതിൽ തന്നെ മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനാണ്. അതായത് ഈ പറയുന്ന നമ്മളിന്ന് ഇരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമാണ് നാം ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരം. വളരെ എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ളൊരു ദൈവവിശ്വാസിയായ ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊന്നുമല്ല, നമ്മൾ നമ്മളെക്കാളൊക്കെ ഉയർന്ന ചിന്താഗതിയോട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അല്ലല്ല, എന്തായാലും അതൊരു അങ്ങേറ്റത്തെ വിനയം, അങ്ങേറ്റത്തെ എല്ലാത്തിനേക്കാളും മൂല്യം ഈശ്വരന് കൊടുത്തുകൊണ്ടാണ് ഓരോ വാക്കും പറയുന്നത്. അത് പുതിയ തലമുറയ്ക്ക്, പുതിയ സീരിയലിലായാലും സിനിമയിലാവും വരുന്ന യുവ തലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പുതുവർഷത്തിൽ നിറയെ സീരിയലുകളും നല്ല സിനിമകളും ലഭ്യമാക്കുവാൻ ദൈവം നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു.